ഏവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ വളരെയധികം കൗതുകവും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവും നമ്മളുടെ പ്രൈമറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 14 ജില്ലകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ അധ്യാപകൻ ആ 14 ജില്ലകൾ കുട്ടികളുടെ മനസ്സിലെ ഓർത്ത് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോഗിച്ച ഒരു വിദ്യ കണ്ടോ. ഒരു സെൻറ്റൻസ്, അതിൽ 7 ജില്ലയുണ്ട്. അടുത്ത സെൻറ്റൻസ്, അതിൽ 7 ജില്ലയുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് അങ്ങ് ബൈഹാർട്ട് ചെയ്താൽ മതി. അപ്പോൾ അധ്യാപകനാണ് നിൽക്കുന്നത്. അദ്ദേഹം ആദ്യത്തെ സെൻറ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആ കൊട്ട ഇപ്പോൾ എവിടെ. തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആ കൊട്ട ഇപ്പോൾ എവിടെ. അതിൽ 7 ജില്ല ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആ കൊട്ട ഇപ്പോൾ എവിടെ. തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊടുക്കാൻ കൊല്ലം, പറഞ്ഞ പത്തനംതിട്ട, ആ ആലപ്പുഴ, കോട്ടയം, ഇപ്പോൾ ഇടുക്കി, എവിടെ എറണാകുളം. അപ്പോൾ അവിടെ 7 ജില്ലകളെ കണ്ടോ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഇനി അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് നോക്കിയേ. തിരൂരിൽ പാർത്ത മലയാളിയെ കോഴിക്കോട് വന്നാൽ കാണാൻ കഴിയുമോ. ഇതാണ് അടുത്ത സെൻറ്റൻസ്. അപ്പോൾ ആ സെൻറ്റൻസിലുണ്ട് 7 ജില്ലകൾ. തിരൂരിൽ പാർത്ത മലയാളിയെ കോഴിക്കോട് വന്നാൽ കാണാൻ കഴിയുമോ. തിരൂരിൽ തൃശ്ശൂർ, പാർത്ത പാലക്കാട്, മലയാളിയെ മലപ്പുറം, കോഴിക്കോട്, ഓക്കെ, വന്നാൽ വയനാട്, ദെൻ കാണാൻ കണ്ണുകൊണ്ട് കാണുക കണ്ണൂർ, കഴിയുമോ കാസർഗോഡ്. അപ്പോൾ ജില്ലകളെല്ലാം ആയില്ലേ. രണ്ടാമത്തെ സെൻറ്റൻസ് തിരൂരിൽ പാർത്ത മലയാളിയെ കോഴിക്കോട് വന്നാൽ കാണാൻ കഴിയുമോ എന്ന ആ ഒരു സെൻറ്റൻസിൽ ഏതൊക്കെയുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു 2 സെൻറ്റൻസാണ്. ആ 2 സെൻറ്റൻസും നിങ്ങൾ പഠിച്ചു വെച്ചാൽ പ്രിയ പ്രൈമറി തലത്തിലെ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് 14 ജില്ലകളുടെ പേര് ഓരോന്ന് ഇങ്ങനെ പഠിച്ചു വെക്കുന്നതിന് വളരെ എളുപ്പമായ ഒരു വിദ്യയാണ് ഈ അധ്യാപകൻ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്. മനസ്സിലായോ. അപ്പോൾ ആ അധ്യാപകൻ്റെ ക്ലാസ് എന്തായാലും രസകരമായിരിക്കുമെന്ന് നമുക്ക്. രസകരമാണ് മാത്രമല്ല ഷോർട്ട് കട്ട് മെത്തേഡ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്ന് വേണം ഇത് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ സെൻറ്റൻസ് പറയാൻ കുട്ടികൾക്ക് എളുപ്പമല്ലേ. ആ സെൻറ്റൻസിലൂടെ അവർക്ക് 14 ജില്ലകളാണ് അവരുടെ കയ്യിലേക്ക് കിട്ടുന്നത്. വളരെ കൗതുകകരവും വളരെ രസകരവും വളരെ വേഗം പഠിക്കാൻ പറ്റുന്നതുമായ വഴികൾ കണ്ടെത്തിയ ഈ അധ്യാപകനിരിക്കട്ടെ ഇന്നത്തെ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ വീഡിയോ കാണുക, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ.